അമൃത, ഇതിനകത്ത് SIR തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം കേരളത്തിൽ വളരെ ഈസിയായിട്ട് തന്നെ ചെയ്യാൻ കഴിയും എന്നുള്ളൊരു പ്രതീക്ഷയാണ് ചീഫ് ഇലക്ടറൽ ഓഫീസർ ഇന്നലെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത്. കാരണം കേരളം അങ്ങേയറ്റം സുതാര്യമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്ന ഒരു സംസ്ഥാനമാണ്. എല്ലാവർക്കും സാക്ഷരതയുണ്ട്, 100% ലിറ്ററസി ഉള്ള ഒരു സംസ്ഥാനം കൂടിയാണ് കേരളം. അപ്പോൾ കേരളത്തിൽ അത് വലിയ തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല, എല്ലാവരും സഹകരിക്കും എന്നുള്ള ഒരു പ്രതീക്ഷ പങ്കുവെച്ചാണ് ഇന്നലെ ചീഫ് ഇലക്ടറൽ ഓഫീസർ രത്തൻ യു കേൽക്കർ ഇന്നലെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ സംസാരിച്ചത്. എന്തായാലും ഇതിനകത്ത് എന്യൂമറേഷൻ ഫോമിന്റെ പ്രിന്റിംഗ് അടക്കമുള്ള കാര്യങ്ങൾ 3-ാം തീയതി വരെ നടക്കും. 4-ാം തീയതി മുതൽ അത് ഒരു മാസം കൊണ്ട് തന്നെ എല്ലാ വീടുകളിലേക്കും എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ക്രമീകരണമാണ് ഇപ്പോൾ BLOമാരുടെ അടിസ്ഥാനത്തിൽ നടക്കുക. അതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ പരിശീലനങ്ങളും എത്രയും പെട്ടെന്ന് തന്നെ BLOമാർക്ക് നൽകും. BLOമാർക്ക് പരിശീലനം നൽകിക്കൊണ്ട് 3 തവണയെങ്കിലും BLOമാർ വീട് വീടാന്തരം കയറി ഇറങ്ങണം. ആദ്യമേ തന്നെ BLOമാർ ആദ്യമേ ഒരു വീട്ടിലേക്ക് പോകുമ്പോൾ ആ വീട്ടിലേക്ക് ചെല്ലുന്നതിന് മുൻപ് തന്നെ അവിടേക്ക് വരും എന്നുള്ള കാര്യങ്ങൾ ഈ വീട്ടുകാരെ അറിയിക്കണം. അവരോട് ഇല്ല എങ്കിൽ വീണ്ടും ഒരു തവണ കൂടി പോകണം. അങ്ങനെ BLOമാർ 3 തവണ എല്ലാ വീടുകളിലും ചെന്നുകൊണ്ട് ഈ എന്യൂമറേഷൻ ഫോമുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരാൾ പോലും ഇതിൽ നിന്ന് വിട്ടുപോകാതെ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന രീതിയിലേക്കുള്ള ഇടപെടൽ BLOമാർ നടത്തണം. അതിനുവേണ്ടിയുള്ള പ്രത്യേക പരിശീലനങ്ങൾ BLOമാർക്ക് കൊടുക്കും എന്നുള്ള കാര്യങ്ങൾ കൂടി ചീഫ് ഇലക്ടറൽ ഓഫീസർ അറിയിച്ചിട്ടുണ്ട്. അതിനും അപ്പുറത്തേക്ക് ഇതിനകത്ത് രാഷ്ട്രീയ പാർട്ടികളുടെ എതിർപ്പിനെ വളരെ തന്മയത്തോടു കൂടി തന്നെ പരിഹരിക്കാൻ കഴിയും, അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ഇതിനൊപ്പം നിർത്താൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ കൂടി ചീഫ് ഇലക്ടറൽ ഓഫീസർ പങ്കുവെക്കുന്നുണ്ട്. ഇന്നിപ്പോൾ 3:30 എല്ലാ ജില്ലാ കളക്ടർമാരുടെയും ഒരു യോഗം തിരുവനന്തപുരത്ത് ചീഫ് ഇലക്ടറൽ ഓഫീസർ വിളിച്ചു ചേർത്തിട്ടുണ്ട്. ആ യോഗത്തിൽ ജില്ലാ കളക്ടർമാർ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്വീകരിക്കേണ്ട നടപടികളെക്കുറിച്ച് അവരോട് വിശദീകരിക്കും. അതിനുശേഷം എല്ലാ ഉദ്യോഗസ്ഥരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് അവർക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതൊക്കെ രീതിയിലുള്ള പരിശീലനങ്ങൾ കൊടുക്കണമോ ആ പരിശീലനങ്ങളെല്ലാം കൊടുത്തതിന് ശേഷമായിരിക്കും മറ്റ് നടപടികളിലേക്ക് സംസ്ഥാന ചീഫ് ഇലക്ഷൻ കമ്മീഷൻ കടക്കുക. അതിനും അപ്പുറത്തേക്ക് ഇതിനകത്ത് രാഷ്ട്രീയ പാർട്ടികളെ വെല്ലുവിളികളെ അല്ലെങ്കിൽ അവർ പറയുന്ന കാര്യങ്ങളെ മറികടക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷയുണ്ട് എങ്കിൽ പോലും ഇതിനകത്ത് തന്നെ തുടക്കം മുതൽ തന്നെ പറയുന്ന രാഷ്ട്രീയ പാർട്ടികൾ പറയുന്നൊരു കാര്യമുണ്ട്. കേരളത്തിൽ തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ അടുത്തിരിക്കുന്ന പശ്ചാത്തലത്തിൽ SIR നീട്ടിവെക്കണം എന്നുള്ള ആവശ്യം പാർട്ടികൾ ഈ പറയുന്ന ചീഫ് ഇലക്ഷൻ കമ്മീഷനെ അറിയിച്ചിരുന്നു. പക്ഷേ അതൊന്നും മുഖവിലേക്കെടുക്കാൻ കമ്മീഷൻ തയ്യാറാകാത്തത് ദുരുദ്ദേശപരമാണ് എന്നുള്ള വിമർശനമാണ് UDFും LDFും അടക്കം ഉന്നയിക്കുന്നത്. ഇന്നലെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ ഈ മാധ്യമങ്ങളെ കണ്ടപ്പോൾ അദ്ദേഹവും പറഞ്ഞത് ഒരു തരത്തിലും ഇത് അംഗീകരിക്കില്ല, കേരളം ആദ്യം മുതൽ തന്നെ ഇതിനെ എതിർക്കുകയാണ്, ഇപ്പോഴും അതിനെ എതിർക്കുക തന്നെ ചെയ്യുന്നു എന്നുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് CPM. കോൺഗ്രസും അതേ നിലപാട് തന്നെ സ്വീകരിക്കുന്നു. ഇത് ദുരുദ്ദേശപരമാണ്, ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു സാഹചര്യമാണ്. എന്തായാലും ഈ കാര്യത്തിലടക്കം രാഷ്ട്രീയ പാർട്ടികൾ അതേ നിലപാടിൽ ഉറച്ചു നിൽക്കുമ്പോൾ ഇന്നിപ്പോൾ കളക്ടർമാർ യോഗമാണെങ്കിൽ നാളെ രാഷ്ട്രീയ പാർട്ടികളുടെ യോഗമാണ് ഇലക്ഷൻ കമ്മീഷൻ വിളിച്ചിരിക്കുന്നത്. പക്ഷേ അതിനകത്ത് SIRുമായി ബന്ധപ്പെട്ടുള്ള അജണ്ടയല്ല ആദ്യഘട്ടത്തിൽ പറഞ്ഞിരുന്നത്. നാളത്തെ രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം എന്ന് പറയുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്വീകരിക്കേണ്ട നടപടികളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടിയാണ് യോഗം. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിനകത്ത് രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം വിളിക്കുമ്പോൾ SIRുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾ സഹകരിക്കണം എന്നുള്ള കാര്യമായിരിക്കും ഇലക്ഷൻ കമ്മീഷൻ രാഷ്ട്രീയ പാർട്ടികളോട് പറയുക. എന്നാലും രാഷ്ട്രീയ പാർട്ടികൾ ഇതിനകത്ത് ഇപ്പോഴും പുറച്ചു നിൽക്കുകയാണ്. കേരളത്തിൽ പക്ഷേ ഇത് വളരെ ഈസിയായിട്ട് സുതാര്യമായിട്ട് തന്നെ നടപ്പിലാക്കാൻ കഴിയും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഇലക്ഷൻ കമ്മീഷനുള്ളത്.